الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. ബഹുമാനികളായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പരിശുദ്ധ റമളാൻ അതിൻ്റെ നേർപാതിയോടടുക്കുന്നു. ആയുസ്സിൻ്റെ മരത്തിൽ നിന്ന് കൊഴിഞ്ഞു തീരുന്ന ഓരോ ഇലകളും ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് കടന്നു പോകുന്നു. പരിശുദ്ധ റമളാനിൻ്റെ ഇരവ് പകലുകൾ പരലോക ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രയോജനകരമാക്കാനുള്ള, അതോടൊപ്പം റബ്ബിന്റെ ഭീകരമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ശ്രമഫലങ്ങളുടെ ഭാഗമായിട്ടായിരിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ. ബദറിന്റെ ഓർമ്മകൾ അയവിറക്കപ്പെടുന്ന കാലമാണ്. ഓരോ റമദാൻ 17 വരുമ്പോഴും കേവലം 313 ആളുകൾ വലിയ ഒരു സൈന്യത്തിനു മേൽ നേടിയ ഗംഭീരമായ വിജയം. ഖുർആൻ പറഞ്ഞ പോലെ കമ്മിൻ ഫിയത്തിൻ ഖലീല ഗലബത് ഫിയത്തുൻ കസീറ. എത്ര കൊച്ചു സംഘങ്ങൾ വലിയ സംഘങ്ങളെ മലർത്തിയടിച്ചു. എന്നോ നടക്കുന്ന ഒരു പ്രക്രിയയാണത്, ഒരു പറ്റം പ്രാർത്ഥനകൾ. പക്ഷെ അവരെന്തിന് യുദ്ധം ചെയ്തു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന അടിസ്ഥാനപരമായ ഇസ്ലാമിന്റെ സന്ദേശം, തൗഹീദിന്റെ ഉജ്ജ്വലമായ ശബ്ദം, അത് നിലനിർത്തുവാൻ വേണ്ടി പറന്ന നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട് മറ്റൊരു നാട്ടിൽ അഭയം തേടി അവിടെയും സ്വൈരവിഹാരമായിട്ട് പാർക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ, നിർബന്ധിത സാഹചര്യത്തിലാണ് ആ യുദ്ധം നടന്നത്. പക്ഷെ സമുദായം അവഗണനയോടുകൂടിയാണ് അതിനെ കണ്ടത്. അവരെന്തിന് യുദ്ധം ചെയ്തു എന്ന് പലരും ചർച്ച ചെയ്തില്ല. അന്നത്തെ ദിവസം പ്രത്യേകമായ ആഘോഷങ്ങളുണ്ടാക്കി, അന്നത്തെ ദിവസം പ്രത്യേകമായ ആചാര രീതികളുണ്ടാക്കി. അതിനെ മലിനപ്പെടുത്തുന്നത് ദുഃഖത്തോടുകൂടി നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ടവരാണ് പലപ്പോഴും മഹാഭൂരിപക്ഷം വരുന്ന സമൂഹ അംഗങ്ങൾ. സമുദായം അവഗണിച്ച മറ്റൊരു പ്രധാന സംഗതിയാണ് പരിശുദ്ധ ഇസ്ലാമിലെ 5 സ്തംഭങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഇസ്ലാം കാര്യങ്ങൾ 5 എന്ന് കുട്ടിക്കാലം മുതൽ മദ്രസയിൽ പഠിച്ചു വരുന്ന അതിലെ പ്രധാനപ്പെട്ട ഒന്ന് സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു സംഗതി. നാലാമത്തത് സക്കാത്ത് എന്ന് പണ്ടേ മുതൽ പഠിച്ചു വരാറുണ്ട്.
ദാനധർമ്മം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ അടയാളത്തിന്റെ ഭാഗമാണ്. കഷ്ടപ്പെടുന്നവനെ സഹായിക്കുക, കണ്ണീര് തുടക്കുക, വിശപ്പ് നീക്കുക, രോഗിയെ സഹായിക്കുക, ആർദ്രത അതിന്റെ ഭാഗമാണ്. കല്ല് ഉള്ള ഹൃദയമല്ല വിശ്വാസി. കല്ലുള്ള ഹൃദയം പറയുന്നുണ്ട് ഖുർആൻ, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ. അവരുടെ ഹൃദയം കല്ല് പോലെ കടുത്തുപോയി. ഇസ്രായേലി മക്കളെ കുറിച്ച് പറഞ്ഞ വാക്കാണത്. എത്ര ഉപദേശങ്ങൾ വന്നിട്ടും എത്ര ദൃഷ്ടാന്തങ്ങൾ വന്നിട്ടും മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ധിക്കരിക്കാൻ താല്പര്യം കാണിച്ചവർ, അവർക്ക് വേണ്ടി വന്ന ആയത്താണത്. സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ. പക്ഷെ കല്ല് പോലും എത്ര മൃദുലമാണെന്നുള്ള പിന്നെ പറയുന്നു. ഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. കല്ലിൽ നിന്ന് നദികൾ പൊട്ടി ഒഴുകുന്നുണ്ട്, കല്ല് പിളരുന്നുണ്ട്. അള്ളാഹുവിനെ ഓർത്ത് ചില കല്ലുകൾ മുകളിൽ നിന്ന് താഴോട്ട് ഉരുണ്ട് വീഴുന്നുണ്ട് ഒക്കെ ഖുർആൻ പറയുന്നുണ്ട്. പറഞ്ഞു വന്നത് വിശ്വാസി അങ്ങനത്തെ ഒരു ഹൃദയമാണ് വിശ്വാസിക്കുള്ളത്. അല്ലാത്ത ഒരു ഹൃദയമുണ്ടെങ്കിൽ അത് അവിശ്വാസത്തിന്റെ ലക്ഷണമാണ്, അത് കാപണ്യത്തിന്റെ ലക്ഷണമാണ്. സമ്പത്ത് അല്ലാഹു തന്ന അനുഗ്രഹമാണ്. ഖുർആൻ എത്ര പദപ്രയോഗങ്ങൾ നടത്തിയതിന്. ഖിയാം എന്നൊരു പദമുണ്ട് സമ്പത്തിന്, മനുഷ്യന്റെ നിലനിൽപ്പാണത്. ഫളൽ എന്ന ഒരു പദമുണ്ട് സമ്പത്തിന്, ഖുർആൻ പറഞ്ഞു അത് ശ്രേഷ്ഠത എന്നാണ് അർത്ഥം. ഖൈർ എന്ന ഒരു പദമുണ്ട്, ഉത്തമം എന്നാണ് വാക്കിന്റെ അർത്ഥം, അതും സമ്പത്തിനും ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. മാല് എന്ന ഒരു പദമുണ്ട്, അങ്ങോട്ട് ചായുന്നു എന്നാണ് അതിന്റെ അർത്ഥം, അതിനും സമ്പത്ത് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അവർ സമ്പത്തിനോട് വല്ലാതെ ഇഷ്ടം കാണിക്കുന്നു. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അവൻ സമ്പത്തിനോട് വലിയ ഇഷ്ടം കാണിക്കുന്നു. ഖുർആൻ പറയുന്നു. സീനത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആൻ സമ്പത്തിന്. ഫിത്ന എന്ന പദവും മറ്റൊരിടത്ത് ഉപയോഗിച്ചിട്ടുണ്ട് സമ്പത്തിന്. എല്ലാം അത്ഭുതകരമാണ്. സമ്പത്ത് സൗന്ദര്യമാകുന്ന പോലെ ചിലപ്പോൾ സമ്പത്ത് പരീക്ഷണമാകും. ചിലപ്പോൾ സമ്പത്ത് കൊണ്ട് കരയേണ്ടി വരും. ചിലപ്പോൾ ഇഹലോകത്താകാം, പരലോകത്താകാം. ഇഹലോകത്ത് സമ്പത്ത് കൊണ്ട് കരയുന്ന മനുഷ്യന്മാരില്ലേ? തലമുറകൾ കേസ് കൊടുത്തപ്പോ ഉള്ള സ്വത്ത് ആർക്കും വീതിച്ചെടുക്കാൻ കഴിയാതെ ദാരിദ്ര്യം മൂലം പട്ടിണി കിടക്കാൻ വിധിക്കപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഇങ്ങനെ നോക്കിയിട്ട് മക്കളും പേരമക്കളും കണ്ണീര് വാർക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് നാട്ടിന്റെ പല ഭാഗത്തും എന്നറിയുമോ? അത് സമ്പത്തിന്റെ പരീക്ഷണമാണ്, സമ്പത്തിന്റെ ദുഃഖമാണ്, സമ്പത്തിന്റെ കണ്ണുനീരാണ്. സമ്പത്ത് കൊണ്ട് സൗന്ദര്യമുണ്ടാകാം, അതുകൊണ്ട് സ്വർഗം വരെ നേടാനാകാം. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം പാവങ്ങളായ സഹാബാക്കിറാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടം പറഞ്ഞൊരു രംഗമുണ്ട്. അള്ളാഹിന്റെ റസൂലേ, ഞങ്ങൾക്കാകുന്നില്ല ദാനധർമ്മം ചെയ്യാൻ, ഞങ്ങൾക്കതിന് കഴിയുന്നില്ല, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് ആ കൂലി കിട്ടൂലല്ലോ. അതേസമയത്ത് ഇവിടെയുള്ള പണമുള്ള ആളുകൾ ദാനധർമ്മം ചെയ്യും, അപ്പോൾ അവർക്കതിൻ്റെ കൂലി കിട്ടും, ഞങ്ങൾക്കതിന് കിട്ടുന്നില്ല, ഞങ്ങൾ എന്താ ചെയ്യാം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിച്ചു. നിങ്ങൾക്ക് ഞാനൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാം. ഓരോ നമസ്കാര ശേഷവും ഫറളിന്റെ ശേഷം നിങ്ങൾ ചൊല്ലിക്കോ, സബ്ബിഹ സലാസം വസലാസീൻ, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. അത് ചൊല്ലിക്കോ. അവര് ചെല്ലാൻ തുടങ്ങി. പണമുള്ള ആളുകൾ ചോദിച്ചവരോട്, നിങ്ങൾ എന്താ ചെല്ലുന്നത്? ഞങ്ങളെ നബി പഠിപ്പിച്ചതാണ്. നിഷ്കളങ്കമായ ഗ്രാമീണന്റെ മറുപടി. അപ്പോൾ അവരും അത് ഏറ്റു ചൊല്ലാൻ തുടങ്ങി, അവരും അത് നിർവഹിക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ അവരും അത് ചെല്ലാൻ തുടങ്ങി. അപ്പോൾ പാവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. എന്നിട്ട് അവർ പിന്നെയും ഒരു സങ്കടം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പറഞ്ഞു തന്ന ദിക്ർ ഈ നാട്ടിലെ പണക്കാരും ചൊല്ലാൻ തുടങ്ങി, പണമുള്ളവനും അത് ആ പ്രാർത്ഥന നിർവഹിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അവര് നിർവഹിക്കുന്നു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അതവര് നിർവഹിച്ചു കൊള്ളട്ടെ,
പണത്തെപ്പറ്റി നിങ്ങൾക്കറിയുമോ? ദാലിക ഫളലുല്ലാഹി യുഅ്തീഹി മൻ യശാ, അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്കത് നൽകും. ആ മശീഅത്ത് വളരെ പ്രധാനമാണ്. ആരെ അല്ലാഹു ഉദ്ദേശിച്ചത് അവർക്കത് കൊടുക്കും. പണി ഒരുപാട് എടുക്കും, നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ജോലി ഒരുപാട് ഉണ്ടാകാം, ബറക്കത്തില്ല. പണം ഒരുപാട് വരുന്നുണ്ട്, ഒരു മെച്ചമല്ല. എന്നും പ്രയാസം, എന്നും ദുഃഖം, എന്നും കടം, എന്നും സങ്കടം, എന്നും ആധിയും വ്യാധിയും. അങ്ങനെ എത്ര മനുഷ്യന്മാർ. അവിടെയാണ് അള്ളാഹു സമ്പത്ത് വേറെ ചില ആയത്തുകളുണ്ട്, കണക്കില്ലാതെ കൊടുക്കും. ഒരു കണക്കില്ലാതെ കൊടുക്കും, വാരിക്കോരി അങ്ങോട്ട് കൊടുക്കും. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, ഒരു പൊടി മണ്ണ് ഞാൻ വാരിയാൽ അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്യും. അതിലൊരു ലാഭം എനിക്കല്ല തരും. ചില ആളുകൾ അങ്ങനെയാണ്. അത് പടച്ചവന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഖുർആൻ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളെ സമ്പത്ത് എന്ന് പറയുന്നില്ല ഖുർആൻ ഒരിടത്തും. നിങ്ങൾക്ക് അല്ലാഹു തന്ന സമ്പത്ത്, അല്ലാഹു നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. ഇപ്പൊ സമ്പത്ത് ഉണ്ടാകാം, പോകാൻ ഒരു മിനിറ്റ് മതി, ഒറ്റ മിനിറ്റ് മതി. കുടുംബത്തിലെ ഒരു രോഗം മതി, അത് മാരകം എന്നറിയുമ്പോൾ തളരൂലേ നമ്മൾ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര സമ്പന്നന്മാർ, എത്ര സ്ഥലം വിറ്റു. പ്രിയപ്പെട്ടവന്റെ മയ്യത്ത് മറവ് ചെയ്ത് വരുമ്പോ ആ മക്കൾ ഓർക്കുന്നുണ്ട്, റബ്ബേ ഏക്കർ കണക്കിന് ഭൂമി വിറ്റിട്ട് ബാപ്പയുടെ ക്യാൻസറിന് ചികിത്സിച്ച് മക്കളും ഞങ്ങളും പേരമക്കളൊക്കെ ഇനി ദരിദ്രന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടു പോകുന്നല്ലോ റബ്ബേ എന്ന് അവർ ആലോചിച്ച് സങ്കടപ്പെടുന്ന എത്ര കുടുംബങ്ങളുണ്ട്. ഇതൊരൊറ്റ നിമിഷമാണ്, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ചില ടെസ്റ്റുകൾക്കൊക്കെ അയക്കുമ്പോൾ നമ്മൾ പേടിക്കും. ആ ടെസ്റ്റ് വരുന്നത് വരെ അസ്വസ്ഥമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. ഇസ്ലാമിലെ നിസ്കാരം പ്രധാനമാണ്. 5 നേരം എല്ലാവർക്കും അറിയാതെ താല്പര്യമുണ്ട്. നമുക്ക് നോമ്പ് പ്രധാനമാണ്, അതിനും നമുക്ക് താല്പര്യമാണ്. അതേ പ്രധാനമുള്ളൊരു സംഗതിയാണ് സക്കാത്ത്. പക്ഷെ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ എത്ര പറഞ്ഞാലും പിന്നെ ഒരു സംശയം അവിടെ ബാക്കി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുമോ, ഇങ്ങനെയാണെങ്കിൽ ഉണ്ടാവുമോ, അത് എങ്ങനെയാണ് ഇല്ലാതെയാവുക? അങ്ങനത്തെ ഒരു ഉത്തരം കിട്ടുന്നത് വരെ അയാൾ ചോദ്യം ചോദിച്ച് നടന്നുകൊണ്ടിരിക്കും. വെറുതല്ല ഖുർആൻ പറഞ്ഞത്, മനസ്സ് വല്ലാതെ ഊട്ടപ്പെട്ട ഒരു സംഗതിയാണ് അവന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. 27 തവണ നിസ്കാരത്തിന്റെ കൂടെ പറഞ്ഞ വാക്കാ സക്കാത്ത്. 30 തവണ മൊത്തം ഖുർആൻ സക്കാത്ത് എന്ന പദം പ്രയോഗിച്ച് കാണുന്നുമുണ്ട്. വളരെ പ്രധാനമായ ഒരു അമലായിട്ടാണ് അത് പരിചയപ്പെടുത്തുന്നത്. അതിന്റെ കണക്കൊന്നും പറയേണ്ട കാര്യമല്ല. ഒരു നിശ്ചിത നിസാബ് എത്തുമ്പോ ഓരോരുത്തരും സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഓരോരുത്തരും സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മളെ കഴിവെന്താ അല്ലാഹ്ക്ക് അറിയാം, നമുക്കറിയൂല. കാണുന്നവനറിയൂല. കാണുന്നവർക്ക് ഏതോ കാലത്തൊരു വില കയറ്റിയിട്ടുണ്ട് അയാൾ. അത് വെച്ചിട്ട് അയാളെ വിലയിരുത്തുകയാണ്. പക്ഷെ അയാളെ ഉള്ളകവും അവിടെ പിടയുന്ന അവസ്ഥയും അതിന് ടാക്സ് അടക്കാൻ കഴിയാതെ അയാൾ കഷ്ടപ്പെടുന്നതൊക്കെ അയാൾക്കേ അറിയുള്ളൂ. പക്ഷേ ഉള്ളും പുറവും അറിയുന്നവൻ അല്ലാഹു ആകുന്നു. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. സൂറത്ത് തൗബയാണ്. ആ സൂറത്തിന്റെ തുടക്കത്തിൽ കാരുണ്യത്തിന്റെ പദമായ ബിസ്മി ചൊല്ലൽ സുന്നത്തില്ല. അതിനെക്കുറിച്ച് പണ്ഡിതന്മാര് പറയുന്നത് ഏറ്റവും കൂടുതൽ അദാബിനെ കുറിച്ച് പറയുന്ന, അള്ളാഹുവിന്റെ നരകശിക്ഷയെക്കുറിച്ച് പറയുന്ന, അതിന്റെ ഭീകരതയെ വർണ്ണിക്കുന്ന അനേകം ആയത്തുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സൂറത്ത് തൗബ. ആ തൗബയിൽ പിന്നെ എങ്ങനെ കരുണാമയനായ റബ്ബ്, കാരുണ്യവാനായ റബ്ബ് എന്ന് പറഞ്ഞ് തുടങ്ങും എന്ന് പറയുന്ന അഭിപ്രായം കാണാൻ സാധിക്കും. ആ സൂറത്ത് തൗബയിലെ ആയത്താണ് വല്ലദീന യക്നിസൂന الذهب والفضة. അവര് സ്വർണം സൂക്ഷിച്ചു വെച്ചു, നിധിയായിട്ട്
വെള്ളിയും സൂക്ഷിച്ചു വെച്ചോ. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അതവർ ചെലവ് ചെയ്തില്ല എങ്കിൽ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ കൊണ്ട് നബിയെ നിങ്ങൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അത് അല്ലാഹുവിന്റെ ഒരു ശൈലിയാണ്. ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത, അത് സാഹിത്യത്തിന്റെയും ഒരു ശൈലിയാണ്. അത് ഖുർആന്റെ ഇഅ്ജാസിന്റെ ഒരു ഭാഗവുമാണ്. എന്നിട്ട് തുടരുന്നു, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം. ഇവിടെയാണ് സ്വർണം, അല്ലെ? ദാരിദ്ര്യമുള്ളവന്റെ ഒക്കെ വീട്ടിൽ സ്വർണ്ണം എത്ര ഉണ്ട്? 10 പവന്റെ മുകളിൽ സ്വർണമുണ്ടെങ്കിൽ അത് സക്കാത്തിന്റെ പരിധിയിൽ വന്നു എന്ന് എല്ലാ ഉലമാക്കളും പറയുന്നു. 10 വരെയാണെങ്കിൽ ഒരു സ്ത്രീക്ക് അനുവദനീയമായ ആഭരണം എന്ന ഇനത്തിൽ അത് വരുന്നു. അതിലപ്പുറം ഉണ്ടാകുമ്പോ ബാക്കിയുള്ളതിനല്ല, എത്രയാണോ ഉള്ളത് അത്രയുണ്ട്. ഈ സംഖ്യ കണക്ക് കൂട്ടി അതിന്റെ 2.5% സക്കാത്ത്. വലിയ ബാധ്യതയാണല്ലോ വരാൻ പോണത്. പഠിച്ചോൻ വെറുതെ വിടും തോന്നുന്നുണ്ടോ? 50 പവനും 100 പവനൊക്കെ ബാങ്കിന്റെ ലോക്കറിൽ കൊണ്ടുപോയി വെച്ചിട്ട് ദാരിദ്ര്യമാണെന്ന് അയാൾ പറയുന്നു. ആ കുടുംബം പറയുന്നു അവർക്ക് ദാരിദ്ര്യമാണ്. അള്ളാഹു ഇത് കാണാതിരിക്കില്ലല്ലോ. ആ വാക്ക് ഗൗരവമുള്ള വാക്കാണ്. പഠിച്ചോന്റെ ആ വാക്ക് എത്ര ഗൗരവത്തിലാ അത് പറയുന്നതെന്നറിയും. എന്നിട്ട് പറയാണ്, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, നരകത്തിൽ അവർ ചുട്ടരിക്കപ്പെടുന്നു അന്നത്തെ ദിവസം. അപ്പോൾ ഫതുക്വാ ബിഹാ ജിബാഹുഹും, അവരുടെ നെറ്റിയിൽ ചൂടുവെക്കുന്നു. വജുനൂബുഹും, അവരുടെ പാർശ്വഭാഗങ്ങളിലും. വളുഹൂറുഹും, അവരുടെ മുതുകുകളിലും. എന്നിട്ട് മലക്ക് പറയുമത്രേ, ഹാദാ മാ കനസ്തും, ഇതെന്താണെന്നറിയുമോ? ഇതാണ് നിങ്ങളന്ന് സൂക്ഷിച്ചു വെച്ചത്, ഷെൽഫിൽ വെച്ചത്, ലോക്കറിൽ വെച്ചത്. അതിൽ അംഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ന് സൂക്ഷിച്ചു വെച്ചതുണ്ടല്ലോ, അത് അല്ലാഹു ഇതാ ശിക്ഷയായിട്ട് നിങ്ങൾക്ക് തരികയാണ്. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, നിങ്ങൾ ആസ്വദിക്കുക. മാ കുൻതും തക്നിസൂൻ, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതിന്റെ ആ ഫലം നിങ്ങൾ ശരിക്കും ആസ്വദിക്കുക. തൗബ സൂറത്തിലെ 35-ാമത്തെ ആയത്താണ്. എന്തോ ഒരു ഗൗരവത്തിലാണ് ആ വാക്ക് പറയുക. ഹദീസിന്റെ ഇതിന്റെ വിശദീകരണമായിട്ട് പുണ്യനബിയുടെ ഒരു വർത്തമാനമുണ്ട്. പരലോകത്ത് ഒരു മനുഷ്യന്റെ കഴുത്തിൽ ഒരു പാമ്പ് വന്ന് ചുറ്റുമത്രേ. അത്ഭുതത്തോടെ ഭയപ്പാടോടെ അവൻ നോക്കുമ്പോ ഈ പാമ്പ് മൊഴിയുന്നു, അനമാലുക്ക, ഞാനായിരുന്നു നിന്റെ സമ്പത്ത്, വനകൻസുക്ക, ഞാൻ തന്നെയാണ് നീ സൂക്ഷിച്ചു വെച്ച നിധി, അത് ഞാൻ തന്നെയാണ്. ആ പാമ്പ് അവനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. എന്തോ ഒരു ഗൗരവമായിട്ടാ പറയുന്നത്. അതുകൊണ്ട് സമ്പത്തിന്റെ അള്ളാഹു തന്ന ഈ അനുഗ്രഹം അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. റസൂലുള്ള പറയും, എപ്പോഴും നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ആളുകളോട് പങ്കുവെക്കുക. ഫഅമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്, ജനങ്ങൾക്കോട് പറയുക ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച്. അതുകൊണ്ട് സക്കാത്ത് ഒരു സംവിധാനമായി വരുമ്പോ നാട് നന്നാകും, നാട്ടിലെ ദാരിദ്ര്യം മെല്ലെ നീങ്ങും, കഷ്ടപ്പാട് നീങ്ങും. അതൊരു സംഘടിത രൂപമാകുമ്പോ അത് അതിന്റെ അർത്ഥതലത്തിലേക്ക് കടന്നു പോകും. നമസ്കാരം സംഘടിതമാണ്, ജുമുഅ സംഘടിതമാണ്, ഹജ്ജ് സംഘടിതമാണ്, നമ്മുടെ പല അമലുകളും സംഘടിതമാണ്. അതൊന്നും ഭരണമുണ്ടായിട്ടല്ലല്ലോ. ചില സ്നേഹിതന്മാർ അങ്ങനെ പറയാറുണ്ട്, സംഘടിത സക്കാത്ത് വേണമെങ്കിൽ ഭരണം വേണമെന്ന. അങ്ങനെ നടക്കൂല. അങ്ങനെയാണെങ്കിൽ ലോകത്ത് നടക്കുമോ? എന്ന് നടക്കാനാ നമ്മളെ നാട്ടിൽ? അങ്ങനെ ഇല്ലാത്ത ഒരു സംഗതിയെ, അതിന്റെ നന്മയെ തകർക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ എത്ര ക്രൂരമാണ്, അത് അനിസ്ലാമികമാണ് എന്നൊക്കെ പറയുന്ന ആളുകളെ കാണാം.
പക്ഷെ സക്കാത്ത് അതിൻ്റെ വിശുദ്ധി, നിങ്ങളെ സ്വത്ത് ശുദ്ധീകരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു. 100% നിന്ന് 2.5% നിങ്ങൾ എടുക്കുമ്പോൾ, നിങ്ങൾ സക്കാത്ത് കൊടുത്തപ്പോൾ 97% വിശുദ്ധി കിട്ടി, ബർക്കത്ത് കിട്ടി. ജീവിതത്തിന് ദുആ അല്ലാഹ് സ്വീകരിക്കാൻ തുടങ്ങും. കഅബയുടെ കില്ല പിടിച്ച് കരയുന്നുണ്ട് ഒരാൾ, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്. റസൂലുള്ളാഹി പറഞ്ഞു, അവന് എങ്ങനെ ഉത്തരം കിട്ടാൻ? ഫഅന്നാ യുസ്തജാബു ലഹു മത്അമുഹു ഹറാം, ഭക്ഷണം ഹറാം, വമശ്റബുഹു ഹറാം, അവന്റെ പാനീയം ഹറാം, വമസ്കനുഹു ഹറാം, അവന്റെ പാർപ്പിടം ഹറാം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ നൂലാമാലകളിലാണ് പെടുക നമ്മൾ. എന്നിട്ട് അറിയാതെ കടം വന്ന് വീഴുകയാണ്. അത് ചിലപ്പോൾ നാട്ടിലെ അഭിമാനം നിലനിർത്താനും കുടുംബത്തിന്റെ പോരിമ നിലനിർത്താനും ജീവിതത്തിന്റെ സ്നേഹഭാചനം പറയാണ്, നിങ്ങൾ ഇതുകൊണ്ടാണ് പണയം വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതങ്ങോട്ട് നടത്തുക. അറിയാതെ ഒരു പലിശയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. പലിശ വന്ന ഒരു മനുഷ്യന് സക്കാത്തിനെ പറ്റി ചിന്തിക്കാനാവില്ല. അയാൾ പിന്നെ അതിന് രക്ഷപ്പെട്ടു വരൂല്ല. തിരുവനന്തപുരത്ത് 5 പേരെ ഒരു വീട്ടിലെ കൊന്ന ഒരു മനുഷ്യന്റെ കഥ, ഒരു ചെറുപ്പക്കാരന്റെ. അവർ പലിശക്ക് പണം കടം വാങ്ങിയിരുന്നു എന്ന് അത് സംബന്ധമായിട്ട് പറയുന്നു. കടം വാങ്ങിയിട്ട് അത് കുറച്ചൊന്നല്ലായത് 80 ലക്ഷമൊക്കെ ബാധ്യത വന്നപ്പോ മാനസിക അസ്വാസ്ഥ്യത്തിനും അതോടൊപ്പം പുതിയ പുതിയ മനോവൈകല്യങ്ങൾക്കും അവർ അടിമപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. സഹാബത്തിന്റെ ഭാര്യമാര് പറയായിരുന്നു, അവർ പണിക്ക് പോകും, രാവിലെ സുബഹി കഴിഞ്ഞ് പറയും, ഞങ്ങൾ എങ്ങോട്ടേലും പോട്ടെ, പോയിട്ട് എന്തേലും ഒരു പണി കിട്ടും. അന്നത്തെ കാലം അങ്ങനെയാണ്. സ്ഥിരമായൊരു ജോലിയൊന്നും അല്ല. ആരെങ്കിലും വിളിക്കും ഇത്തപ്പനമ്മൽ കയറാൻ, ആരെങ്കിലും വിളിക്കും വിറക് വെട്ടാൻ, ആരെങ്കിലും വിളിക്കും വെള്ളം കോരി കൊടുക്കാൻ. അങ്ങനെ പോകുന്ന സുബഹി കഴിഞ്ഞ് പോകുന്ന പാവങ്ങളായ സഹാബിമാർ അവർ അവരുടെ ഭാര്യമാരുടെ അടുത്ത് വന്ന് യാത്ര പറയുമ്പോ ഭാര്യമാര് പറയും, അത്രേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഹലാല് മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, എത്ര ദിവസം വേണമെങ്കിലും ഞങ്ങൾ പട്ടിണി കടന്നോളാം, നരകത്തീ കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരരുതേ എന്ന് പറഞ്ഞയക്കുന്ന ആ സച്ചരിതരായ സഹാബാ കിറാമിന്റെ ജീവിത പങ്കാളികളെ ഓർക്കുമ്പോ അത്ഭുതം തോന്നുന്നു. അവിടെ ഇതിലൊക്കെ നിയന്ത്രണം വരണം. എങ്കിൽ മാത്രമേ ഇതിന്റെ ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. സ്വതക്ക വേറെയാണ്, സക്കാത്ത് വേറെയാണ്. അത് ഐച്ഛികമായ ദാനമാണ്. ഇസ്ലാം യാചന നിരുത്സാഹപ്പെടുത്തിയ മതമാണ്. അതൊരു മനുഷ്യന്റെ അഭിമാനത്തെ തകർക്കുന്നതാണ്. ലാ യംബഗീ ലിൽ മുഅ്മിനി അൻ യുദില്ല നഫ്സഹു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒരു വിശ്വാസിക്ക് അനുവദനീയമല്ല അവന്റെ ശരീരത്തെ നിന്ദ്യമാക്കുക. സ്വന്തമായിട്ട് അയാൾ എത്ര കുറഞ്ഞു പോവുകയാണ്. എനിക്കതില്ല എനിക്കിതില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ നടക്കാൻ പാടില്ല എന്നാ പറയും. ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. എങ്ങനെ ഒരു നാട്ടിൽ യാചന ഉണ്ടായത്? ആ നാട്ടിൽ ദരിദ്രരുണ്ടായി. എങ്ങനെ ദരിദ്രരുണ്ടായി? ആ നാട്ടിലെ സമ്പത്ത് അല്ലാഹു നൽകിയ ആളുകൾ അവർക്ക് നൽകേണ്ട അവകാശം വകവെച്ചു കൊടുത്തില്ല. അപ്പൊ വന്നു പോയതാണ്. വ്യക്തിക്ക് നൽകിയാലേ സക്കാത്ത് കൂടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു വിധേയത്വം സൃഷ്ടിക്കുന്ന ഏർപ്പാട് പോലും അല്ലാതെ ഒരു മഹല്ല് സംവിധാനത്തിലാകുമ്പോൾ അതിന് എത്ര ബർക്കത്തുള്ള നൽകുന്നറിയും. മഹല്ലിൽ ആരും പട്ടിണി കിടക്കുന്നില്ല, മഹല്ലിൽ ആരും പ്രയാസക്കാരില്ല, മഹല്ലിൽ അതിദാരിദ്ര്യമുള്ള ആളുകളില്ല. ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തും, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖൽ. അല്ലാഹുവേ, നിന്നിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു, പിശുക്കിൽ നിന്ന് നിന്നിൽ ഞാൻ അഭയം തേടുന്നു. അത് വരുമ്പോഴാണ് ഇതൊന്നും നടക്കാതെ പിശുക്ക് വരികയാണ്. അപ്പൊ പിന്നെ ഒന്നിനും അവന് പറ്റണില്ല, പേടിയാകുകയാണ്. ഇതൊക്കെ തീരുവോ എന്ന്. അള്ളാഹ് അങ്ങോട്ട് കൊടുക്കാൻ വിചാരിച്ചാൽ എമ്മാതിരി കൊടുക്കും പറയും. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തന്നെ പറയുന്നുണ്ട്, ഒരു ദിവസം എല്ലാം അങ്ങോട്ട് കൊടുത്തു. നബി പറഞ്ഞു, സ്വർഗത്തിലേക്ക് ഏറ്റവും അവസാനം
നിരങ്ങി വരുന്ന ഒരാൾ, അതാണ് എൻ്റെ അബ്ദുറഹ്മാൻ. അത് കേട്ടപ്പോ അദ്ദേഹം കരഞ്ഞുപോയി. വന്നു ഇവിടെ അടുത്ത്, എന്താ അങ്ങനെ പറഞ്ഞത്? അബ്ദുറഹ്മാൻ, നിന്റെ പണമാണ് കാരണം. മദീനയിൽ അങ്ങാടിക്ക് അങ്ങോട്ട് ഇറങ്ങി, അങ്ങോട്ട് തുടങ്ങി വിതരണം. ആളുകൾക്ക് മുഴുവൻ ഇങ്ങനെ ദാനം കൊടുക്കുക. എന്താ നിങ്ങളിങ്ങനെ? എൻ്റെ നബി പറഞ്ഞതാണ്, എൻ്റെ പണമാണ് കാരണം എന്നാണ്. പക്ഷെ ആ സംഭവം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഒരു വലിയ കച്ചവടം നടക്കുകയും അബ്ദുറഹ്മാൻ വലിയ സമ്പത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ പിന്നെയും വരികയും ചെയ്തു എന്ന് ചരിത്രത്തിലുണ്ട്. അള്ളാഹ് അങ്ങോട്ട് കൊടുക്കുന്നതാണ്. കാരണം എവിടെയോ ഒരു പാവത്തിന്റെ കണ്ണുനീർ, ഏതോ ഒരു പാവം മനുഷ്യന്റെ പ്രാർത്ഥന, ഏതോ ഒരു രോഗിയുടെ കൂടെ ഇരിക്കുന്നവന്റെ പ്രാർത്ഥന. രോഗിയേക്കാൾ വിഷമം രോഗിയുടെ കൂടെ ആശുപത്രിയിൽ 30 ദിവസവും 40 ദിവസം ഇരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ നമ്മൾ ഓർത്തിട്ടുണ്ടോ? രോഗി അത് ഏതായാലും തളർന്നു കിടക്കുക, പക്ഷെ അവിടെ ഇരിക്കുന്ന ഒരാളുണ്ട്, അയാൾക്ക് രോഗമൊന്നുമില്ല, അയാൾ ഓടി നടക്കേണ്ടവനാണ്, അയാൾക്ക് ഒരുപാട് തിരക്കുകളുള്ളവനാണ്. ക്ഷമാലുവായിട്ട് അയാൾ തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി, പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ? അവരുടെയൊക്കെ കണ്ണുനീറും അതൊരു ആശ്വാസം കിട്ടുമ്പോ എത്ര വലിയ മഹത്തരമായ കാര്യം. അതുകൊണ്ട് നരകത്തിന്റെ ഭീകരത പറയേണ്ട കാര്യമല്ല. ഖുർആനും ഹദീസും അത് പറയുമ്പോ, അതിന്റെ ഓരോ വരികൾ വായിക്കുമ്പോ സഹാബികൾ പറയുമായിരുന്നു റസൂലുള്ളാഹിനോട്, നബിയേ, ഈ ചൂട് തന്നെ ധാരാളമാണ്, ഇതിലും 70 ഇരട്ടി ചൂടെന്ന് പറയുമ്പോ അത് താങ്ങുമോ നബിയേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുവിന്റെ സംവിധാനമാണ്, ചൂട് അതിഭീകരമാണ്, തൊലികൾ ഉരുകുകയാണ്. ഭീകരമായ രീതിയിൽ തൊലികൾ ഉരുകുമ്പോ ആ തൊലികൾക്ക് വീണ്ടും തൊലികൾ ആവരണം ചെയ്യപ്പെടുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രയാസങ്ങളുള്ള ഭീകരമായ നരകം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തപ്പോൾ ആളുകൾ ആദ്യം പറഞ്ഞത് വർത്താനം എന്താണെന്നറിയാം? ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല, ഞങ്ങൾ സക്കാത്ത് കൊടുത്തിരുന്ന ആള് പോയി, മുഹമ്മദ് റസൂലുള്ളാഹി പോയി, വേറെ ആർക്കാ സക്കാത്ത് കൊടുക്കുക? സിദ്ദീഖിന് വിഷമമായി. ഉമർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട അനുയായിയെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? വിഷമത്തിലാണ്. ആളുകൾ ചിലരിങ്ങനെ പറയുന്നു, സക്കാത്ത് പല ആളുകളും നിഷേധിച്ചു, തരൂല എന്ന് പറയുന്നു, എന്താ ചെയ്യാ? ഉമർ റളിയല്ലാഹു അൻഹു എന്റെ ആ നേരത്തുള്ള ഒരു അഭിപ്രായം മാത്രമാണ് ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അബൂബക്കർ ഇപ്പോ ശാന്തമാവുക, ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ആഭ്യന്തര സംഘർഷത്തിലേക്ക് പോകും. റസൂലുള്ളാഹി പോയിട്ട് അധികമായിട്ടില്ലല്ലോ. പക്ഷെ അബൂബക്കർ പറഞ്ഞു, ഉമർ, നിങ്ങളിൽ നിന്ന് ഞാൻ അത് പ്രതീക്ഷിച്ചില്ല, നിങ്ങളത് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാത്തിനും ആവേശം വർത്താനം പറയുന്ന ആള്, എടുത്തു ചാടി തീരുമാനമെടുക്കണമെന്ന് പറയുന്ന ആൾ, ധീരതയുടെ തീരുമാനമെടുക്കുന്നയാൾ, നിങ്ങളിത് പറയുന്നത് ഞാൻ കരുതിയില്ല. പക്ഷെ ഒരു കാര്യം, ഞാനൊരു തീരുമാനമെടുത്തു, സക്കാത്തിനെയും നമസ്കാരത്തിനെയും വേർതിരിച്ചവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. മാത്രവുമല്ല, സക്കാത്ത് കൊടുക്കില്ലെന്ന് പറയുന്നവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു. റസൂലുള്ളാഹിക്ക് ഒരു ഒട്ടകത്തിന്റെ മൂക്ക് കയറ് കൊടുത്തവനാരോ അവനിൽ നിന്ന് ഞാനത് സ്വീകരിക്കുക തന്നെ ചെയ്യും. അതിന്റെ ഗൗരവം എത്ര വലുതാണ്. അതുകൊണ്ട് ഇത് അല്ലാഹു തന്ന അനുഗ്രഹമാണ് സമ്പത്ത്. ഇത് നമ്മുടെ അടുത്ത് നിന്ന് നീങ്ങാൻ ഒറ്റ മിനിറ്റ് മതി. അൽമാലു വല്ലുൻ സായിലുൻ, നീങ്ങിപ്പോകുന്ന ഒരു നിഴലാണ്. അതുകൊണ്ട് അത് വന്ന നേരത്ത് നമ്മൾ അതിനോട് പുലർത്തുന്ന സമീപനം പ്രധാനമാണ്. അത് റബ്ബ് ശരിക്ക് നിരീക്ഷിക്കും എന്നുറപ്പാണ്. അതുകൊണ്ട് അതിന്റെ ഗൗരവം എപ്പോഴും ഉൾക്കൊള്ളാനാകണം. യുദ്ധം കഴിഞ്ഞ് വരുന്ന പുണ്യനബിയെ സ്വീകരിക്കാൻ വരുന്നുണ്ട് മകൾ. ആ മകള് സ്വീകരിച്ചു. പുഞ്ചിരി തൂകി നിൽക്കുമ്പോ പെട്ടെന്ന് ഫാത്തിമാന്റെ കയ്യിൽ സ്വർണത്തിന്റെ തിളങ്ങുന്ന 2 വളകൾ കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഊരിക്കളയണം എന്റെ മോളെ, അത് നമുക്ക് അനുവദനീയമാണോ മോളെ എന്ന് പറഞ്ഞിട്ട് അതിനെ നിരുത്സാഹപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
സ്വർണത്തിന്റെ മോതിരമിട്ടിട്ട് ഒരാള് റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്ന്, ഒരു സഹാബി. നബി അത് കണ്ടപാടെ ആ കയ്യിൽ നിന്ന് ഊരിയത് ഒറ്റ കയറങ്ങ് കൊടുത്തു മരുഭൂമിയിലേക്ക്. പിന്നെ ആളുകൾ തിരിച്ചു പോരുമ്പോ അയാളോട് പറഞ്ഞു, നിങ്ങളെ സ്വത്താണത്, അത് നിങ്ങൾ എടുത്തുകൊള്ളുക, നിങ്ങൾക്കത് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാം, സ്വർണം ധരിക്കരുതെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത് മാത്രമാണത്. അയാള് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ നബി ഊരി വലിച്ചെറിഞ്ഞത് ഇനി എനിക്ക് വേണ്ട, ഒരു നിലക്കും അതെനിക്ക് വേണ്ട. അവർ പുലർത്തുന്ന സൂക്ഷ്മതകൾ അത്ഭുതം, മഹാത്ഭുതം നിറക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാൻ അത് നമ്മുടെ അനുകൂലമായി സാക്ഷി നിൽക്കണമെങ്കിൽ ഈ ഒരു മേഖല കൂടി പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. നീണ്ടു പരന്ന് പറയേണ്ട ഒരു സംഗതിയാണ്. കണക്കു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അത് നൽകാനുള്ള ഒരു സന്നദ്ധത, അതുമായി ബന്ധപ്പെട്ട ആളുകൾ വരുമ്പോൾ എല്ലാം അവർക്ക് കൊടുക്കണം എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ വളരെ അറിയുന്ന റയർ കേസുകൾ ഉണ്ടാകാം. ചിലപ്പോൾ അത് നമ്മൾ സ്ഥിരം നിർവഹിക്കുന്നവരും ഉണ്ടാകാം. അതൊക്കെ നിർവഹിച്ചിട്ട് ഒരു വിഹിതം സക്കാത്തിന്റെ സ്വരൂപണ ഫണ്ടിലേക്ക് നൽകിയാൽ അതൊരു വലിയ മുതൽക്കൂട്ടായി മാറും. അത്ഭുതകരമായ മാറ്റം നാട്ടിലുണ്ടാകും. അതിന് നാം തുനിയുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. താനിയൻ ബിത്തഖ്വല്ലാഹ്. ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഈ 10-ാം തീയതി വിട പറഞ്ഞു പോയ ഗഫൂർ ആമയൂർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, സാമൂഹിക പ്രവർത്തകൻ, അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. ഓരോ റമദാൻ വരുമ്പോഴും ആ ഓർമ്മകൾ അറിയാതെ കണ്ണ് നനയിക്കുന്നതാണ്. റമദാനിൽ കൂടെയുണ്ടായിരുന്നവർ, അവർ വാങ്ങിത്തന്ന അന്നം, അവർ കൊണ്ടുവന്ന നോമ്പ് തുറ, അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത്, അവരുടെ നടത്തം, അത് കണ്ണെന്ന് ഇപ്പോഴും മായുന്നില്ല. അങ്ങനെ ഉരുകിത്തീർന്ന കുറെ പാപങ്ങളുണ്ട് നമുക്ക് വേണ്ടി മെഴുകുതിരി പോലെ. അള്ളാഹു അവരുടെ ഖബർ ജീവിതം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളുടെ പരലോക വിജയം തന്ന് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ റമളാനിൽ ഇബാദത്ത് ചെയ്യാൻ, നോമ്പ് അനുഷ്ഠിക്കാൻ ഉള്ള ആരോഗ്യം തന്ന് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ മക്കൾ നല്ല മക്കളാകുന്ന കൺകുളിർമയുള്ള മക്കളെ തന്ന് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമളാൻ പരലോകത്ത് നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് ഉൾപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്ത് ഹലാലായ സമ്പത്താക്കി നിലനിർത്താൻ, അതിന്റെ വിഹിതങ്ങൾ കൃത്യമായി പാലിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കടബാധ്യതകൾ വീട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്ത് കഷ്ടപ്പാടും പ്രയാസങ്ങളും അനുഭവിക്കുന്ന, ഒരു റൊട്ടി കൊണ്ട് ഒരാഴ്ച ജീവൻ നിലനിർത്തുന്ന പാവങ്ങളുള്ള ഗസ അടക്കമുള്ള നാടുള്ള ലോകത്ത് അള്ളാഹു അവരുടെയൊക്കെ വിഷമങ്ങൾ കാണുന്നു, അറിയുന്നു. അള്ളാഹു അവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകി അനുഗ്രഹം ചുരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്ത് ഈമാൻ കിട്ടുന്ന മോമിനുകളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان
ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار